ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരങ്ങളെ, സർവശക്തനായ ദൈവത്തിൻ്റെ നാമം എപ്പോഴും മഹത്വപ്പെടട്ടെ. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 23-ാം തിരുവചനം. വചനം കേട്ട് ഗ്രഹിക്കുന്നവനാണ് നല്ല നിലത്തു വീണ വിത്ത്. അവൻ 100 മേനിയും 60 മേനിയും 30 മേനിയും ഫലം പുറപ്പെടുവിക്കുന്നു. പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഒരു ദിവസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നിങ്ങൾ ദൈവവചനത്തെ പൂർണ്ണ ഹൃദയത്തോടെ ഏറ്റെടുത്ത് ആ ദൈവവചനത്തോടൊപ്പവും ദൈവത്തോട് തന്നെ ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങളുടെ ജീവിതം നിങ്ങൾ കെട്ടിപ്പടുക്കുമ്പോൾ ആ ദൈവവചനത്തെ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവർക്ക് കിട്ടുന്ന പ്രതിഫലത്തെക്കുറിച്ചാണ് ദൈവം ഈശോയിലൂടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത്. വചനം ഗ്രഹിക്കുകയും വചനമനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവന് 100 മേനിയും 60 മേനിയും 30 മേനിയും ഫലം കിട്ടും. നമ്മുടെ ജീവിതം അനുഗ്രഹപ്രദമാകുവാൻ, നല്ല ഫലം പുറപ്പെടുവിക്കുവാൻ ഏറ്റവും ആവശ്യമായ ഒന്നാണ് ദൈവവചനം ശ്രവിക്കുക, ദൈവവചനം സ്വീകരിക്കുക എന്നുള്ളത്. പിതാവായ ദൈവത്തിന് നിങ്ങളോട് എന്താണ് പറയുവാനുള്ളത്, അത് 2 കൈയും നീട്ടി സ്വീകരിച്ച് ആ വചനത്തിൽ ഉറച്ചു വിശ്വസിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതം 100 മേനിയും 60 മേനിയും 30 മേനിയും ഫലം പുറപ്പെടുവിക്കുന്ന വിത്തുകളെപ്പോലായി മാറും. നമ്മുടെ ജീവിതം അഴുകണം. നമ്മൾ കണ്ടിട്ടുണ്ട്, വിത്ത് വിതച്ചാൽ ആ വിത്ത് മണ്ണിൽ അഴുകി അതിൽ നിന്നാണ് ഒരു പുതിയ ചെടി ഉയർത്തെഴുന്നേൽക്കുന്നത്. ആ ചെടി വളർന്നു പാകമാകുമ്പോഴാണ് അതിൽ നിന്നും ഫലം ലഭിക്കുന്നത്. അതേപോലെ നമ്മൾക്ക് സഹനങ്ങളും വേദനകളും എല്ലാം വരുമ്പോൾ അത് ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച് ദൈവം എനിക്ക് ശക്തമായ പ്രതിഫലം തരുമെന്ന് ഉറച്ചു വിശ്വസിച്ച് ആ ദൈവത്തോട് ചേർന്ന് നിന്നാൽ നിങ്ങളുടെ ജീവിതം അനുഗ്രഹപ്രദമായി മാറും. ഈ ദൈവവചനം ശ്രവിക്കുകയും അത് മറ്റുള്ളവരിലേക്ക് പങ്കുചേർക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളെ ഓരോരുത്തരെയും 7 ദിവസത്തിനകം നിങ്ങൾ എന്ത് നിയോഗമാണോ കർത്താവിൻ്റെ മുന്നിൽ സമർപ്പിച്ചിരിക്കുന്നത്, എന്താവശ്യത്തിന് വേണ്ടിയാണോ ദൈവത്തിൻ്റെ മുന്നിൽ കൈകൂപ്പിയിരിക്കുന്നത്, ആ നിയോഗം, ആ ആവശ്യം യേശുക്രിസ്തു നിങ്ങൾക്ക് സാധിച്ചു തരിക തന്നെ ചെയ്യും. ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും അനുഗ്രഹത്താൽ ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതം 100 മേനിയും 60 മേനിയും 30 മേനിയും ഫലം പുറപ്പെടുവിക്കുന്ന ജീവിതവും ആയി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ മേഖലകളിലും കർത്താവിൻ്റെ സംരക്ഷണം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.